നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായിരിക്കട്ടെ. നിന്നെപ്പോലെ ശുശ്രൂഷ ചെയ്ത് ജീവിക്കുവാൻ, ദൈവഹിതം നിറവേറ്റുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോയെ, മഹത്വം കാംക്ഷിക്കാതെ വേല ചെയ്യുവാൻ നിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളാണ്. ബൈബിള് വേഗം എടുക്കാം, തുറന്നു വയ്ക്കാം. അതെന്താണെന്നൊക്കെ അറിയണ്ടേ? മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ. അത് സബദീ പുത്രന്മാരുടെ അമ്മയുടെ അഭ്യർത്ഥനയാണ്. ഈ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം ഒന്നറിഞ്ഞിരിക്കണം. ഞാൻ വായിക്കുന്നില്ല, സുവിശേഷ ഭാഗം വായിക്കുന്നില്ല. നിങ്ങൾ ബൈബിള് തുറന്നു വെക്കുമെന്നും ഞാനിത് പറയുമ്പോൾ ബൈബിളിലേക്ക് നോക്കുമെന്നും വായിക്കുമെന്നുമൊക്കെ ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ബൈബിൾ ഭാഗം വായിക്കുന്നില്ല. സബദീ പുത്രന്മാരുടെ അമ്മയുടെ അഭ്യർത്ഥനയാണ് സുവിശേഷ ഭാഗം. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈശോ അവൻ്റെ 3-ാമത്തെ പീഡാനുഭവ പ്രവചനം നടത്തുകയാണ്. ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയാണ് ഈശോ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട്. അത് വിഷ്വലൈസ് ചെയ്യണം മനസ്സിൽ. ജെറുസലേം ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ശിഷ്യന്മാരെ പറഞ്ഞ് ഒരുക്കുകയാണ്. എന്തിന്? ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ പീഡകൾ സഹിക്കും, മരിക്കും, ഉത്ഥാനം ചെയ്യും എന്നൊക്കെ ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. തൻ്റെ സഹനങ്ങളെക്കുറിച്ച്, വരാനിരിക്കുന്ന പീഡകളെക്കുറിച്ച് ഈശോ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉടനെ സംഭവിക്കുന്ന കാര്യം എന്താണ്? സബദീ പുത്രന്മാരും അമ്മയും കൂടെ വന്നിട്ട് ഈശോയോട് ചോദിക്കുകയാണ്, നിന്റെ ഉത്ഥാനത്തിൽ, നിന്റെ മഹത്വത്തിൽ ഇടത്തും വലത്തും ഞങ്ങളെ ഇരുത്താവോ? എൻ്റെ കൊച്ചുങ്ങളെ ഇരുത്താവോ? ഈ വൈരുദ്ധ്യം കണ്ടോ? എന്താണെന്ന് വെച്ചാൽ, ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സഹനത്തെക്കുറിച്ചും കുരിശിനെക്കുറിച്ചും. ഇവർക്ക് കിട്ടേണ്ടത് എന്താ? മഹത്വത്തിൻ്റെ സിംഹാസനത്തിങ്കിൽ ഇടത്തും വലത്തും സീറ്റാണ്. എല്ലാ കാലത്തെയും ക്രിസ്തീയതയിലെ സംഘർഷം ഇതാണ്. ഈശോയ്ക്ക് പറയാനുള്ളത് കുരിശിനെക്കുറിച്ചാണ്, നമുക്ക് കിട്ടേണ്ടത് സീറ്റാണ്. ഇടത്തും വലത്തും സീറ്റ് വേണം. ഈ ടെൻഷൻ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ സഹനങ്ങളുടെ കൂടെ നിൽക്കുക, മഹത്വം മാത്രം കാംക്ഷിക്കാതെ എനിക്കെന്ത് കിട്ടുമെന്ന് മാത്രം ചോദിക്കുന്ന ക്രിസ്ത്യാനിയായി പോകരുതേ നമ്മളാരും. ഈശോയുടെ കുരിശോട് ചേർന്നിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സബദീ പുത്രന്മാരുടെ അമ്മയുടെ അഭ്യർത്ഥനയാണ്. സബദീ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? അതാദ്യം അറിഞ്ഞിരിക്കണം. സബദീ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ 2 പേര്, യാക്കോബും യോഹന്നാനുമാണ് സബദീ പുത്രന്മാർ. ഒരല്പം കുസൃതി ചോദ്യം ചോദിക്കാം. സബദീ പുത്രന്മാരുടെ അപ്പൻ്റെ പേരെന്താണ്? വേഗം പറഞ്ഞു. ഇടത്തും വലതും ഇരിക്കുന്നവരോട് വേഗം പറഞ്ഞു. സബദീ പുത്രന്മാരുടെ അപ്പൻ്റെ പേരെന്താണ്? സബദി. സബദിയുടെ പുത്രന്മാർ എന്നതാണ് സബദീ പുത്രന്മാർ. അമ്മയുടെ പേര്, ഇവിടുത്തെ ഈ കഥാപാത്രത്തിൻ്റെ പേര്, അമ്മയുടെ പേര് സലോമി എന്നാണ്. സലോമി മറിയത്തിൻ്റെ സഹോദരിയാണ്. അതുകൊണ്ട് ഈശോയും യാക്കോബും യോഹന്നാനും ഒക്കെ കസിൻസാണ്. അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഈ അമ്മ വന്ന് ചോദിക്കുന്നത്, ഇടത്തും വലത്തും മക്കളെ ഇരുത്തണമെന്ന്. അപ്പോൾ ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഈശോയുടെ ഉത്തരം എന്താണ്? അതിനു മുമ്പ് ഈ ചോദ്യം ചോദിക്കുന്ന സാഹചര്യവും അതിനുള്ള ഒരു മനസ്സുമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ഞാൻ വളരണം, ഞാൻ ഉയരണം എന്ന് ചിന്തിച്ച് തുടങ്ങുന്ന നേരത്ത് പറ്റുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന്, എന്നെക്കുറിച്ച് മാത്രമേ പിന്നെ ചിന്തിക്കത്തുള്ളൂ. എനിക്ക് സീറ്റ് വേണം. നമ്മളിൽ പലരുടെയും അപകടം ഇതാ. ഞാൻ വളരണം, എനിക്ക് നല്ല വീട്, എനിക്ക് കുറേ സ്വത്ത്, എനിക്ക് നല്ല കാറ്, എനിക്ക് നല്ല പദവി, എനിക്ക് നല്ല പേര് എന്നൊക്കെ അങ്ങോട്ട് എനിക്ക് 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 എന്ന് ചിന്തിച്ചു തുടങ്ങുന്ന നേരത്ത് സംഭവിക്കുന്ന അപകടങ്ങൾ ഒന്ന്, പിന്നെ നമ്മൾ വേറെ ആരെയും കാണത്തില്ല. ഈ 12 ശിഷ്യന്മാരിൽ ഈ 2 പേര് വന്ന് ഇങ്ങനെ ചോദിക്കണമെങ്കിൽ അവരെത്രമാത്രം ബാക്കി 10 പേരെ മറന്നു കളഞ്ഞിരിക്കണം അല്ലെ? ഒരു മിനിമം സാമാന്യ മര്യാദയുള്ള ഒരാൾ ഇങ്ങനെ ഒന്ന് ചോദിക്കുമോ, ഞങ്ങൾക്ക് സീറ്റ് വേണമെന്ന്? അവരെക്കുറിച്ച് ചിന്തിക്കില്ലേ? പക്ഷെ ഇവരൊക്കെ ചോദിച്ചു കളഞ്ഞു. രണ്ടാമത് വേറൊരു അപകടം, അങ്ങനെ അമിത ആഗ്രഹം, എനിക്ക് വളരണമെന്ന അമിത ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ അമ്മയെക്കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിക്കും. നമുക്കിങ്ങനെ റെക്കമെൻഡേഷൻസ് തേടി പോകും നമ്മൾ. പിന്നെ ഒരു അപകടമുള്ളത്, യാക്കോബും യോഹന്നാനും ശരിക്കും ഈശോയുടെ പിയർ ഗ്രൂപ്പാണ്.
12 ശിഷ്യന്മാരിൽ തന്നെ ഈശോയ്ക്ക് പ്രത്യേക അടുപ്പമുള്ള 3 പേരാണ് പത്രോസും യാക്കോബും യോഹന്നാനും. രൂപാന്തരീകരണത്തിന് കൊണ്ടുപോയത് ഇവരെയാണ്. ഗെത്സമനിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി കൂടെ കൊണ്ടുപോയത് ഇവരെയാണ്. ഒരുപാട് ഇടങ്ങളിൽ ഈശോ ഇങ്ങനെ കൂടെ കൂട്ടുന്നുണ്ട് ഇവരെ. അത്രമേൽ ബന്ധമുണ്ട് ഈശോയ്ക്ക് ഇവരോട്. ആ ബന്ധത്തെ ദുരുപയോഗിക്കുകയാണ്. നമുക്കുള്ള ചില അടുപ്പങ്ങളെ നമ്മൾ ദുരുപയോഗിക്കാൻ തുടങ്ങും. എൻ്റെ വളർച്ച മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളതെങ്കിൽ. അതാണ് യാക്കോബും യോഹന്നാനും സംഭവിച്ച അപകടം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ യാക്കോബും യോഹന്നാനും ഇങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ കൊടുക്കുന്ന ഉത്തരം എന്താണ്? അതാണ് നമ്മൾ ധ്യാനിക്കേണ്ട അടുത്ത കാര്യം. എന്താ ഈശോ കൊടുക്കുന്ന ഉത്തരം? 2 രീതിയിൽ അത് മനസ്സിലാക്കണം. ഒന്നാമത്, ഈശോ പറയുകയാണ്, മക്കളെ ചോദ്യമൊക്കെ കൊള്ളാം, പക്ഷേ അതെൻ്റെ വകുപ്പല്ല. അതായത് എൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിങ്കിൽ ഇടത്തും വലത്തും ആര് ഇരിക്കണമെന്നുള്ളത് എൻ്റെ വകുപ്പല്ല. പിന്നെ ആരുടെ വകുപ്പാണ്? അത് പിതാവിൻ്റെ വകുപ്പാണ്. പിതാവാണ് തീരുമാനിക്കേണ്ടത് ആര് ഇടത്തും വലതും ഇരിക്കണം എന്നുള്ള കാര്യം. എന്നിട്ട് ഈശോ ഒരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്. ചിലപ്പോൾ അത് രണ്ടാമത്തെ ഉത്തരമാണ്. ചിലപ്പോൾ നിങ്ങൾ ഇടത്തും വലത്തും ഇരുന്നേക്കും. എന്ത് ചെയ്യണം? പാനപാത്രം കുടിക്കണം. ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിച്ചാൽ നിങ്ങൾ ഒരു പക്ഷേ ഇടത്തും വലതും ഇരുന്നേക്കും എന്ന ഒരു പ്രതീക്ഷ കൂടി ഈശോ കൊടുക്കുന്നുണ്ട് ഇവർക്ക്. ഈശോ ചോദിക്കുകയാണ്, കുടിക്കാൻ പറ്റുമോടാവേ എന്നാണ് ചോദിക്കുന്നത്. കുടിച്ചാൽ ഇരിക്കാൻ പറ്റും. ഉടനെ ഇവർ ചാടിക്കറി ഉത്തരം പറയുന്നുണ്ട്, ഞങ്ങൾ കുടിക്കും, വി ആർ റെഡി, ഞങ്ങൾ തയ്യാറാണ്, വി ക്യാൻ, ഞങ്ങൾ കുടിക്കും എന്നാണ് ഇവർ പറയുന്നത്. എന്താണ് ഈ പാനപാത്രം? ഈശോ പറഞ്ഞ ഈ പാനപാത്രം എന്താണ്? ഈ പാനപാത്രമാണ് സഹനം. ഈ പാനപാത്രമാണ് സഹനം. എവിടെ കിടപ്പുണ്ട്? പാനപാത്രം സമം സഹനമെന്ന് എവിടെ കൃത്യമായിട്ട് കിടപ്പുണ്ട്? പാനപാത്രം എന്ന് പറഞ്ഞാൽ സഹനമെന്നാണെന്ന് സുവിശേഷത്തിൽ എവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഗെത്സമനിയിൽ ഈശോ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണമേ, ഈ സഹനം എടുത്തു മാറ്റണമേ. അപ്പോൾ ഈശോ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണ്? മക്കളെ, നിങ്ങൾ ഇടത്തും വലതും ഇരിക്കും. എന്ത് ചെയ്യണം? ഇരിക്കണമെങ്കിൽ നിങ്ങൾ പാനപാത്രം കുടിക്കണം. അതായത് നിങ്ങൾ സഹിക്കണം. സഹനങ്ങളിലൂടെ കടന്നു പോയാൽ നിങ്ങളും മഹത്വത്തിൻ്റെ പീഠങ്ങളിൽ ഇരിക്കും. ഇനി അറിയേണ്ട കാര്യം, ശിഷ്യന്മാര് സഹിച്ചിട്ടുണ്ടോ ഇല്ലയോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ 12 സ്ലീഹന്മാര് സഹിച്ചിട്ടുണ്ടോ ഇല്ലയോ? 12 സ്ലീഹന്മാർ സഹിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഉണ്ട്. 12 ശിഷ്യന്മാർ സഹിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. 12 ശിഷ്യന്മാരിൽ ഒരാൾ മാത്രമേ കട്ടിലേ കടന്ന് മരിച്ചിട്ടുള്ളൂ. 12 ശിഷ്യന്മാരിൽ ഒരാൾ മാത്രമേ കട്ടിലേ കടന്ന് മരിച്ചിട്ടുള്ളൂ. ബാക്കി 11 എണ്ണത്തിനെ കൊന്നുകളയുകയായിരുന്നു. രക്തസാക്ഷിത്വമായിരുന്നു. സഹനമാണ് അവരുടേത്. 12 ശിഷ്യന്മാരിൽ ആദ്യം മരിച്ച ആളാരാണ്? 12 ശിഷ്യന്മാരിൽ ആദ്യം മരിച്ച ആളാരാണ്? ഉത്തരം പറയാം. ദയവ് ചെയ്ത് ആരും കയറി യൂദാസ് എന്ന് ഉത്തരം പറഞ്ഞേക്കരുത്. 12 ശിഷ്യന്മാരിൽ ആദ്യം മരിച്ച ആൾ യൂദാസ് ആണച്ചോ എന്ന് പറയരുത്. കാരണം നമ്മളിപ്പോൾ 12 ശിഷ്യന്മാരെന്ന് പറഞ്ഞ് ധ്യാനിക്കുമ്പോൾ അത് യൂദാസ് ഇല്ല. യൂദാസ് അതിന് പുറത്താണ്. പകരം ആര് വന്നു? യൂദാസിന് പകരം വന്ന ശിഷ്യന്റെ പേരെന്താണ്? യൂദാസിന് പകരം വന്ന ശിഷ്യന്റെ പേര് മത്തിയാസ് എന്നാണ്. അതെവിടെ കിടപ്പുണ്ട്? അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം തൊട്ട് സാവകാശം ഇരുന്ന് വായിച്ചു നോക്കണം. മത്തിയാസ് എന്നുള്ള പേര് കാണുമ്പോൾ നിർത്തിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് മത്തിയാസിനെ എങ്ങനെയാണ് എടുത്തതെന്നൊക്കെ മനസ്സിലാകും. 12 ശിഷ്യന്മാരിൽ ആദ്യം മരിച്ച ആൾ ആരാണെന്നായിരുന്നു ചോദിച്ചത്. ആദ്യത്തെ രക്തസാക്ഷി, സ്ലീഹന്മാരിലെ ആദ്യത്തെ രക്തസാക്ഷി യാക്കോബ് സ്ലീഹായാണ്. യാക്കോബ് സ്ലീഹായാണ് 12 പേരിൽ ആദ്യം കൊല്ലപ്പെട്ടത്. വാളിന് ഇരയാവുകയായിരുന്നു യാക്കോബ്. അപ്പസ്തോല പ്രവർത്തനം നമുക്ക് വായിക്കാൻ പറ്റും യാക്കോബിന്റെ മരണത്തെക്കുറിച്ച്. സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി എസ്തപ്പാനോസ് ആണ്, സ്റ്റീഫൻ. ഇനി 12 ശിഷ്യന്മാരിൽ അവസാനം മരിച്ച, അതിനു മുമ്പ് ഒരു കാര്യം ഓർത്തു വെക്കണം. ഞാൻ പറഞ്ഞു, സ്ലീഹന്മാർ സഹിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കിനി തെല്ലും സംശയം ഉണ്ടാകരുത്. ഒരാൾ മാത്രമേ കട്ടിലേക്ക് കടന്ന് മരിച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാവരെയും കൊല്ലുകയായിരുന്നു. പത്രോസിനെ കൊന്നത് എങ്ങനെയാണ്? പത്രോസിനെ കൊന്നത് കുരിശേൽ തറച്ചു കൊല്ലാൻ വിധി വന്നു. പത്രോസ് പറഞ്ഞു, എന്നെ കുരിശെ വെറുതെ അങ്ങനെ തറച്ചു കൊല്ലരുത്, കാരണം എൻ്റെ ഗുരു മരിച്ചത് അങ്ങനെയാണ്, അങ്ങനെ മരിക്കാൻ എനിക്ക് യോഗ്യതയില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, എന്നെ തലകീഴായി കുരിശേൽ തൂക്കിയിട്ട് തറച്ചു കൊല്ലണമെന്ന് പത്രോസ് പറഞ്ഞു. അങ്ങനെയാണ് പത്രോസ് മരിച്ചത്. ഏറ്റവും ഭീകരമരണം അന്ത്രയോസിൻ്റെതാണെന്നാണ് അറിയുന്നത്. ഏറ്റവും ഭീകരമരണം എങ്ങനെയാണ്? ഉച്ചി മുതൽ കാൽപാദം വരെ തൊലി ഉരിഞ്ഞെടുത്തിട്ട് കുരിശിൽ തറച്ചു കൊല്ലുകയായിരുന്നു അന്ത്രയോസിനെ.
എല്ലാവരുടെയും അങ്ങനത്തെ വേദനാജനകമായ കൊടിയ സഹനങ്ങളുടെ മരണമായിരുന്നു. അപ്പോൾ ആദ്യം മരിച്ചത് ഈ യാക്കോബ് സ്ലീഹ. അവസാനം മരിച്ച സ്ലീഹ ആരെന്നറിയാമോ? അവസാനം മരിച്ച സ്ലീഹ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കട്ടിലേ കിടന്ന് മരിച്ച സ്ലീഹ. സ്വാഭാവിക മരണം കിട്ടിയ സ്ലീഹ അതാരാണ്? യോഹന്നാൻ സ്ലീഹയാണ്. യോഹന്നാനാണ് അവസാനം മരിച്ച ശിഷ്യൻ. അപ്പോൾ സ്വാഭാവിക മരണമായതുകൊണ്ട് സഹനമില്ലായിരുന്നു എന്ന് വിചാരിച്ചേക്കരുത്. യോഹന്നാനെ പോലെ സഹിച്ച വേറൊരാൾ കാണില്ല. കാരണം രക്തസാക്ഷിത്വം വരിച്ചില്ലെങ്കിലും ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിച്ചു യോഹന്നാൻ. കുരിശിൻ ചുവട്ടിൽ ഈശോയുടെ സഹനം മുഴുവൻ കൺമുമ്പിൽ കണ്ടുനിന്ന ശിഷ്യനാണ് യോഹന്നാൻ. അതും പോരാഞ്ഞിട്ട് തൻ്റെ കൂടെയുള്ള 11 പേരുടെയും ജീവൻ കവർന്നെടുക്കുന്ന കാഴ്ച കാണേണ്ടി വന്ന ശിഷ്യനാണ് യോഹന്നാൻ. ജീവിതത്തിന്റെ അവസാന കാലത്ത് പാത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട ശിഷ്യനാണ് യോഹന്നാൻ. യോഹന്നാന്റെ അവസാന കാലത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കണം. യോഹന്നാൻ ഈശോയെ ഏറ്റവും വ്യക്തിപരമായി അറിഞ്ഞ ശിഷ്യനാണ് യോഹന്നാൻ. ഈ കാരണങ്ങളാൽ അന്ത്യത്താഴ വേളയിൽ അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നവൻ, കുരിശിൻ ചുവട്ടിൽ ഇടം പിടിച്ചവൻ. അതുകൊണ്ട് തന്നെ ആദിമ സഭ ഒരുമിച്ച് കൂടുമായിരുന്നു. യോഹന്നാൻ രോഗക്കിടക്കയിൽ പോലും യോഹന്നാനെ ഞങ്ങൾക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് യോഹന്നാൻ്റെ പ്രസംഗം രസകരമായിരുന്നു. യോഹന്നാൻ ഒരൊറ്റ വാക്ക് മാത്രമേ പ്രസംഗിക്കത്തുള്ളൂ. ഒരൊറ്റ വാക്ക് മാത്രം പ്രസംഗിച്ചിട്ട് യോഹന്നാൻ അങ്ങോട്ട് കരയാൻ തുടങ്ങും. ഒരു വാക്കും ഒരു കരച്ചിലും. ഇതായിരുന്നു യോഹന്നാൻ്റെ പ്രസംഗം. ഈശോയെക്കുറിച്ച് പറയുക എന്ന് പറയുമ്പോൾ യോഹന്നാൻ പറഞ്ഞിരുന്ന ഏക വാക്ക് സ്നേഹം. സ്നേഹമെന്ന് പറഞ്ഞ് യോഹന്നാൻ അങ്ങ് പൊട്ടിക്കരയുമായിരുന്നു. അങ്ങനെ ഏറ്റവും അവസാനം മരിച്ച ശിഷ്യനാണ് യോഹന്നാൻ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയാണ് നമ്മൾ ഈ പറഞ്ഞു വന്ന കാര്യത്തിൻ്റെ ട്വിസ്റ്റ് വരുന്നത്, ക്ലൈമാക്സ് വരുന്നത് ഇനിയാണ്. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇതൊരു കൗതുകമുള്ള നിരീക്ഷണമാണ്. കൃത്യം ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയില്ല. പക്ഷെ ഒരു കൗതുക നിരീക്ഷണം അത്ര വിചാരിച്ചാൽ മതി. യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ച് ഒരാള് വിരുന്നൊരുക്കുമ്പോൾ ഈ വിരുന്നു മേശയുടെ നടുക്ക് ഇരിക്കേണ്ടത് ആരെന്നറിയാമോ? ആരാണോ വിരുന്നൊരുക്കുന്നത് അയാൾ വേണം വിരുന്നു മേശയുടെ നടുക്കിരിക്കാൻ. ആതിഥേയനാണ് വിരുന്നു മേശയുടെ നടുക്കിരിക്കേണ്ടത്. വിരുന്നു മേശ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? വൃത്താകൃതിയിലാണ് വിരുന്നു മേശ അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ആതിഥേയൻ നടുക്കിരിക്കും. എന്നിട്ടോ ആരാണ് ആതിഥേയൻ്റെ വലതുവശത്തിരിക്കേണ്ടത്? ആദ്യം വരുന്നയാള്, വിരുന്നിന് ആദ്യം വരുന്നയാള് എവിടെ ഇരിക്കണം? ആതിഥേയൻ്റെ വലതുവശത്തിരിക്കണം. രണ്ടാമത് വരുന്നയാളോ? രണ്ടാമത് വരുന്നയാൾ എവിടെ ഇരിക്കേണ്ടത്? ഇടതുവശത്തല്ല. രണ്ടാമത് വരുന്നയാള് ഈ വലതുവശത്തിരുന്നയാളുടെ അപ്പുറത്തിരിക്കണം. മൂന്നാമത് വരുന്നയാൾ അതിൻ്റെ അപ്പുറത്ത്. നാലാമത് വരുന്നയാൾ അതിൻ്റെ അപ്പുറത്ത്. അങ്ങനെ ഇരുന്ന് ആരാണ് ഇടതുവശത്തിരിക്കുന്നത്? അവസാനം വരുന്നയാൾ ഇടതുവശത്തിരിക്കും. ഇതാണ് യഹൂദ വിരുന്ന് രീതി. ഇനി വിചാരിക്കുക, ഈശോ സ്വർഗത്തിൽ അവൻ്റെ അവസാനത്തെ വിരുന്നൊരുക്കുകയാണ്. തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി അവൻ്റെ അവസാനത്തെ വിരുന്നൊരുക്കുകയാണ്. സ്വാഭാവികമായും വിരുന്നൊരുക്കിയ ആതിഥേയനായ ഈശോ എവിടെ ഇരുന്നു? ഈശോ നടുക്കിരുന്നു. ഇനിയോ ആരാണ് വലതുവശത്തിരിക്കേണ്ടത്? ഈ ഭൂമിയിലെ ജീവിതം ഭംഗിയായി ജീവിച്ചു തീർത്ത് ആദ്യം സ്വർഗത്തിലേക്ക് കയറി ചെന്നയാൾ എവിടെ ഇരിക്കും? വലതുവശത്തിരിക്കും. 12 ശിഷ്യന്മാരിൽ ആദ്യം മരിച്ച ആളാരാണ്? നിങ്ങൾക്കറിയാം, യാക്കോബ്. അപ്പോൾ യാക്കോബ് ഓടി കയറി വന്ന് എവിടെ ഇരുന്നു? വലതുവശത്ത് ഇരുന്നു. അതിൻ്റെ പിന്നാലെ ഓരോരുത്തരായിട്ട് പത്രോസ് വന്നു, അന്ത്രയോസ് വന്നു, തോമാസ് ലീഹ വന്നു, ബർത്തലോമിയ വന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നു. അങ്ങനെ വന്ന് അവസാനം വന്ന് ഇടതുവശത്തിരുന്ന ആളാരാണ്? അവസാനം മരിച്ച സ്ലീഹ യോഹന്നാൻ. യോഹന്നാൻ എവിടെ ഇരുന്നു? യോഹന്നാൻ ഇടതുവശത്തിരുന്നു. അപ്പോൾ ഈശോയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിങ്കിൽ അവസാനത്തെ വിരുന്നിൽ ഈശോയുടെ ഇടത്തും വലതും ഇരുന്നത് ആരാണെന്ന് പറയാം? യാക്കോബും യോഹന്നാനുമാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? നമ്മുടെ ഏറ്റവും ബാലിശമായ പൊട്ടപ്രാർത്ഥനകൾക്ക് പോലും ഈശോ തമ്പുരാൻ ഉത്തരം തരും. നമ്മുടെ ഏറ്റവും ബാലിശമായ പൊട്ടപ്രാർത്ഥനകൾക്ക് പോലും ഈശോ ഉത്തരം തരും. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ മടി വിചാരിക്കരുത്. പ്രാർത്ഥിക്കുക. എല്ലാം വലിയ പെർഫെക്റ്റ് പൂർണ്ണ പ്രാർത്ഥനയൊന്നും ആകണമെന്നില്ല. പ്രാർത്ഥിച്ചു. നമ്മുടെ ഏറ്റവും നിസ്സാരമായ വിഷമങ്ങളും കൊച്ചു ആഗ്രഹങ്ങളും ഒക്കെ പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കുക. ഈശോ ഒരു പക്ഷേ കാലമേറെ കാത്തിരിക്കേണ്ടി വന്നാലും അവനൊരു ഉത്തരം തരിക തന്നെ ചെയ്യും. രണ്ടാമതൊരു തിരിച്ചറിവ് കൂടി ഉണ്ടാകണം ഈ വചനഭാഗത്ത് നിന്ന്. എന്താണെന്നറിയാമോ? മഹത്വത്തിൻ്റെ സിംഹാസനത്തിങ്കൽ സീറ്റ് വേണമെങ്കിൽ
അതിനുള്ള മാർഗം എന്താണെന്നാണ് ഈശോ ഇവരെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. നിങ്ങൾ പാനപാത്രം കുടിക്കണം. പാനപാത്രം കുടിച്ചാൽ നിങ്ങൾ എൻ്റെ ഇടത്തും വലത്തും ഇരിക്കും. അപ്പോൾ ഭൂമിയിൽ ഈശോ ദൈവം തമ്പുരാൻ നമുക്ക് ചില പാനപാത്രങ്ങൾ കുടിക്കാൻ തന്നിട്ടുണ്ട്, സഹനങ്ങൾ തന്നിട്ടുണ്ട്. ഇനി പരാതിയും പരിഭവവും പറയാതെ ആ സഹനങ്ങൾ, ആ പാനപാത്രം മട്ടോളം അങ്ങ് കുടിച്ചു തീർക്കണം. കാരണം എന്താണെന്നറിയാമോ? അത് കുടിച്ചു തീർക്കുമ്പോൾ നമ്മൾ മുകളിൽ സീറ്റ് റിസർവ് ചെയ്യുകയാണെന്ന് ഓർത്തേക്കണം. നമുക്ക് ആർക്കാണ് സഹനങ്ങളില്ലാത്തത്? ഈ പാനപാത്രങ്ങളെ പരിഭവം കൂടാതെ കുടിക്കാൻ മറക്കരുതേ. ഒരുപക്ഷെ ജീവിത പങ്കാളിയായിരിക്കും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പാനപാത്രം, നമ്മുടെ മക്കളായിരിക്കാം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പാനപാത്രം, നമ്മുടെ രോഗങ്ങളാകാം, നമ്മുടെ പട്ടിണിയാകാം, നമ്മുടെ ചില തെറ്റിദ്ധാരണകളാകാം, നമ്മുടെ നേരെയുള്ള ചില അതിക്രമങ്ങളായിരിക്കാം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പാനപാത്രങ്ങൾ. പാനപാത്രങ്ങളെ തട്ടിത്തെറിപ്പിച്ച് കളയാതെ, തുളുമ്പിത്തൂകിപ്പോകാതെ മട്ടോളം കുടിച്ചു തീർക്കുക, പരാതിയില്ലാതെ. അങ്ങനെ വരുമ്പോൾ അത്യുന്നതൻ്റെ സിംഹാസനത്തിങ്കൽ നമുക്കൊരിപ്പിടം തയ്യാറാകുന്നത് നമ്മളറിയും. പ്രാർത്ഥിക്കാൻ നമുക്ക്. ഈശോയെ, ഞങ്ങളുടെ ബാലിശമായ പൊട്ടപ്രാർത്ഥനകൾക്ക് പോലും ഉത്തരം നൽകുന്നവനെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നീ ചെവി തരണമേ, പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണമേ. ഒപ്പം ഈ ജീവിതകാലത്ത് നൽകപ്പെടുന്ന പാനപാത്രങ്ങളെ പരാതി കൂടാതെ കുടിക്കുവാൻ, അങ്ങനെ ഉപരിമഹത്വം ദർശിക്കുവാൻ ഞങ്ങൾക്ക് നീ ശക്തി തരണമേ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ.